കർത്താവിൻ്റെ തികഞ്ഞ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വളരെ ദാഹത്തോടും പ്രതീക്ഷയോടും വിശ്വാസത്തോടും കാത്തിരിക്കുന്ന കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ ജീവനുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് സഞ്ചരിച്ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ പലരിലും പെരുകി ദൈവം ചെയ്യുവാനുള്ള പ്രവൃത്തികളെ ഏതൊരു ചെറുതെങ്കിലും വലുതെങ്കിലുമുള്ള ഇടങ്ങളിൽ ദൈവം ചെയ്ത് തൻ്റെ വരവിനെ ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നല്ല വേളയിൽ വിശ്വാസത്തോടെ ഒരു കൂട്ടം ജനത്തിന് കർത്താവിൻ്റെ നാമത്തെ അറിയാനും ഉയർത്താനും കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് എല്ലാ ദിവസവും ഞങ്ങളെ കാണുന്നവർക്കും പുതിയതായി ഞങ്ങളുടെ ഈ മീറ്റിംഗ് വാച്ച് ചെയ്യുന്നവർക്കും എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും 2 നേരം 2 വചനം കേൾക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അതിമഹത്തായ ഈ അവസരം ഉപയോഗിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് ഫീഡ്ബാക്കുകളാണ് നമുക്ക് ഓരോ ദിവസത്തെ സന്ദേശത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രത്തോളം ദൈവത്തെ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കാരണം അവൻ വരവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉണർവിന് ഒരു ഭാഗത്തു നിന്ന് തന്നെ ആരംഭം കുറിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ വരവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവിൻ്റെ വരവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം അതിൻ്റെ അടയാളങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ജനം അതനുസരിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തി പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള ശക്തിയാൽ അവിടുന്ന് നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവ് കാണണമെങ്കിലും അറിയണമെങ്കിലും അതിനുവേണ്ടി ഒരുങ്ങണമെങ്കിലും നമുക്ക് വേണ്ടുന്ന ഒരു നിറവാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിൽ നാം അജ്ഞതയിൽ ഈ ലോകത്തിൽ സഞ്ചരിച്ച് വെറുതെ മരിച്ചഴുകിപ്പോകും. നമ്മൾ വെറുതെ മരിച്ചഴുകിപ്പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വരവിങ്കൽ നാം ഒരു പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുനരുത്ഥാനം യേശുവിനുണ്ടായതുപോലെ നമുക്കും ഉണ്ടാകും എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ പകർന്ന് ഒരു പുതിയ ആത്മീയ അനുഭവത്തിലേക്ക് താങ്കളെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിലേക്ക് പോകാം. പതിവിലും നേരത്തെ ഇന്ന് നമുക്ക് മെസ്സേജ് അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം മാത്രമാണ് ഇന്ന് ഉള്ളത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. വിശുദ്ധ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ഒരു സാക്ഷ്യം യോഹന്നാൻ നമുക്ക് നൽകുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ യോഹന്നാൻ നമുക്ക് നൽകുകയാണ്. ഒരു സന്ദേശം വിശുദ്ധ യോഹന്നാൻ നമുക്ക് നൽകുകയാണ്. എന്താണത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ പേർക്കായി, എനിക്ക് മാത്രമായി, എൻ്റെ സ്വന്തം എന്ന് പറയുവാൻ എൻ്റെ പേരിലുള്ള, എൻ്റെ മേലുള്ള ഒന്നുണ്ട്. അത് ഈ ലോകത്തിലെ ഒരസറ്റിന്റെ വാല്യൂവിനോടും തുലനം ചെയ്ത് നോക്കാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ഒരു ബന്ധങ്ങളോടും തുലനം ചെയ്ത് കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത, ഈ ലോകത്തിലുള്ള ഒരിടത്തും നമുക്ക് കൊണ്ട് ഒതുക്കി വെക്കാൻ കഴിയാത്ത ഒരു വലിയ ദൈവം എനിക്കുണ്ട്. എൻ്റെ പേർക്ക് ഭൂമിയുണ്ടോ എന്നല്ല,
എൻ്റെ പേരിൽ ബിസിനസ് ഉണ്ടോ എന്നല്ല, എൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നല്ല, എൻ്റെ പേർക്കുള്ള വാഹനങ്ങൾ ഉണ്ടോ എന്നല്ല, എൻ്റെ പേർക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളതല്ല. എൻ്റെ പേർക്ക് എൻ്റെ മേലായി എൻ്റെ പേർക്ക് എന്നിൽ തന്നെ എനിക്ക് എന്ന് പറയാൻ കഴിയുന്ന സ്വന്തമായ ഒന്നുണ്ട്. അത് എൻ്റെ സൃഷ്ടാവായ ദൈവമാണ്. യോഹന്നാൻ തരുന്നൊരു അതിശക്തമായ അരുളപ്പാടിനകത്ത് സകല പൈശാചിക ശക്തികളും അതേ എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു സത്യസന്ധത അതിനകത്തുണ്ട്. ഒരു സത്യസന്ധത അതിനകത്തുണ്ട്. കാരണം ജയിച്ചിരിക്കുന്നവനുള്ള ഒരു റിവാർഡാണ് ഈ കാണുന്നത്. ജയിക്കുന്നവനുള്ള ഒരു റിവാർഡാണ് ഈ പറയുന്നത്. ജയിക്കാനുള്ളവന്റെ മേലുള്ള ഒരു ദിവ്യ ശക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവിന്റെ വരവ് ഓരോ ദിവസവും ഈ ഭൂമിയിൽ പല അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക ദുരുപദേഷ്ടാക്കന്മാർ നമുക്കിടയിൽ തന്നെ രൂപം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന്, ആ വചനത്തിന്റെ സത്യസന്ധതയിൽ നിന്ന്, അടിസ്ഥാനത്തിൽ നിന്ന്, ആ വചനത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന്, ആ വചനത്തിന്റെ തേജസ്സിൽ നിന്ന്, ആ വചനത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഒരു വ്യക്തിയെ അടർത്തി മാറ്റി ഈ ലോകത്തിലുള്ള മറ്റെന്തൊക്കെയോ തിളക്കമാർന്നതിലേക്കും വർണ്ണശബളമാർന്നതിലേക്കും അവരുടെ മനസ്സിനെയും അവരുടെ മാനസിക നിലകളെയും അവരുടെ ചിന്താമണ്ഡലങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും കോണിപ്പിച്ച് കോട്ടിക്കളയുന്ന ദുരുപദേശം ജനത്തിന്റെ മധ്യേ, വിശ്വാസികളുടെ മധ്യേ സാത്താൻ അതിശക്തമായി പണിതെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ യുഗങ്ങൾക്ക് മുൻപേ ലോകത്തോടായി വിളിച്ചു പറയുന്നു ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച്. പ്രിയമുള്ളവരെ, 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് തരുന്ന സ്വാതന്ത്ര്യം കേവലം നിങ്ങളുടെ ഇമോഷണൽ ഫ്രീഡം മാത്രമല്ല, മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനുള്ളൊരു ഫ്രീഡം മാത്രമല്ല, ഒരു പ്രവചനം കേട്ട് ആശ്വാസം കൊള്ളുന്ന സമയത്തേക്കുള്ള ക്ഷണികമായ ഒരു ഫ്രീഡം അല്ല. വേദപുസ്തകം പറയുന്നു, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ പലതുണ്ട്, ആത്മാവിന്റെ ഉപദേശങ്ങൾ പലതുണ്ട്, ആത്മാവിന്റെ സ്വഭാവം പലതുണ്ട്, ആത്മാവിന്റെ രീതി പലതുണ്ട്, ആത്മാവിന്റെ ആക്ഷൻസ് പലതുണ്ട്. എന്നാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ഇത് ഏറ്റവും കൂടുതൽ ദൈവസഭ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ എന്ന ദാനിയേലിനെ കുറിച്ച് വരെ പരാമർശിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ നിൽക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഏതാത്മാവിനെയും വിശ്വസിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ കൂട്ടായ്മ പോകാത്തത്. ഈ കൂട്ടായ്മയിൽ അറിയാം ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവൻ ആരാണ്, ജഡത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ആരാണ്, ആത്മാവിൽ നിന്ന് വരുന്ന ദൂത് എന്താണ്, ദൈവാത്മാവിൽ നിന്ന് വരുന്ന പ്രവചനം ഏതാണ്. ഈ കൂട്ടായ്മയ്ക്ക് അറിയാം. എഫഥാ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ കൂട്ടായ്മയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് ഗാഡ്. വേദപുസ്തകം പറയുന്നു, ഏതാത്മാവിനെയും വിശ്വസിക്കാതെ. ഇത് നിങ്ങൾ ഇന്ന് പിടിക്കണം, ഈ വാക്യം. സുഹൃത്തെ, നിന്നെ യേശുക്രിസ്തുവിങ്കലേക്ക് അടുപ്പിക്കുന്ന ഒരാത്മാവുണ്ട്. അതൊരൊറ്റ ആത്മാവേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. പ്രത്യേകാൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി എനിക്ക് അധികമായി വരുന്ന ഒരു
ഒരു കോൾസും അവരിൽ നിന്ന് വരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന എടുത്ത് പോയി ഇന്ന കാര്യം ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർക്കറിയത്തില്ല അവർ എന്ത് പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ കഴിയുന്നവരോടും ഞാൻ പറയും, അത് തെറ്റാണ്. നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും പോയി ഇങ്ങനെയൊന്നും ചെയ്യരുത്. കർത്താവിൻ്റെ നമുക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ളൊരു പ്രമാണം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. ഈ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ആരെയും പിശാചെന്നോ മീൻസ് സെയിൻസ് ആയിട്ടുള്ള ദൈവം സാത്താൻ എന്ന് മുദ്ര കുത്തിയിട്ടില്ലാത്തവരെ ആരെയും നമുക്ക് പിശാചെന്നോ അത് പിശാചിന്റെ ആത്മാവാണെന്നോ അത് ഭൂതമാണെന്നോ ഒന്നും പറയാനുള്ള പ്രമാണം നമുക്കില്ല കേട്ടോ. നമ്മൾ ഒന്നിനെയും കുറ്റം വിധിക്കാനുള്ളവരല്ല. നമ്മൾ ആരുടെ വിശ്വാസത്തെയും പരിഹസിക്കാനുള്ളവരല്ല. നമ്മുടെ ഈ കൂട്ടായ്മ പ്രത്യേകം പഠിപ്പിക്കുന്ന, ദൈവം എനിക്ക് തന്നിട്ടുള്ള ദർശനത്തിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വിശ്വാസത്തെയും നമ്മൾ വിധിക്കരുത്. ഒരു വിശ്വാസത്തെയും ഒരു വിശ്വാസികളെയും വിധിക്കരുത്. അവർ ഭൂതത്തെയാണ് ആരാധിക്കുന്നത്, അതൊക്കെ സാത്താനാണ്, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ വാഗൊണ്ട് പോലും അതൊന്നും ഉച്ചരിക്കാൻ പാടില്ല. അത് അവരുടെ വിശ്വാസത്തിൽ, അത് അവർ വളർന്ന രീതിയിൽ, അത് അവർ കേട്ട രീതിയിൽ, അത് അവരറിഞ്ഞ രീതിയിൽ അതാണ് സത്യം എന്ന് പറഞ്ഞ് അവരവിടെയൊക്കെ പോകുകയും പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒന്നും വിധിക്കാനോ നമ്മൾ അവരെ ഒന്ന് ആക്ഷേപിക്കാനോ ഉള്ളവരല്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ ആ നിലകളിൽ പോയി വന്നൊരു വ്യക്തിയാണ്. ഞാനൊക്കെ ആ നിലകളിൽ പോയതാ. അവിടെ ശരിയെന്ന് പറയുമ്പോൾ അവിടെ പോവും. ഇല്ല അവിടെ അല്ല, ഇവിടെയാണ് ദൈവം എന്ന് പറയുമ്പോൾ അവിടെ പോവും. നിങ്ങൾ ഇവിടെയും കൂടെ പോയാൽ അവിടെയും നല്ലതാന്ന് പറഞ്ഞാൽ അവിടെ പോവും. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഒരു കാലഘട്ടം, ഞങ്ങളുടെ ഒരു അവസ്ഥ. ഞങ്ങൾ അജ്ഞതയിൽ കിടന്ന സമയം അങ്ങനെയൊക്കെ കേട്ട ഭാഗത്തേക്ക് അന്നൊന്നും വചനം തുറന്ന് നോക്കുന്നില്ല. വചനം തുറന്നാൽ അതിനെ തൊണ്ടെന്ന് അറിഞ്ഞുകൂടാ. ശരിയും തെറ്റും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധിയെ ബന്ധിച്ചിരുന്ന ഒരു കാലഘട്ടം, സാത്താന്റെ അടിമത്തത്തിനകത്ത് അവന്റെ കാൽ കീഴിൽ തളയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ഞങ്ങളും പോയതാ, ഒത്തിരി പോയതാ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഏക സത്യ ദൈവമായ നമ്മുടെ കർത്താവായ ഈശോ മശിഹ എന്നവനെ തിരുവെഴുത്തിൽ പറയുന്നു. അവനല്ലാതെ വേറൊരു രക്ഷകൻ ഇല്ല. അവനല്ലാതെ വേറൊരു രക്ഷകൻ ഇല്ല. ആ കർത്താവ് കാണിച്ചു തന്ന പരിശുദ്ധാത്മാവിനല്ലാതെ നമുക്കിതൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഉപദേശം കൊണ്ട് തിരുത്താൻ കഴിയുന്നതല്ല വിശ്വാസങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ബോധ്യങ്ങൾ കൊണ്ട് തിരുത്തപ്പെടുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ. അപ്പൊ എന്നോട് ഒത്തിരിയും പറഞ്ഞു, ഞങ്ങൾ അവിടെ പോകുന്നതാണ്, അവിടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ്, ഇത്ര ആഴ്ച ചെയ്തതാണ്. അങ്ങനല്ല. നിങ്ങൾ ഇത്ര ആഴ്ച ചെയ്യുമ്പോഴല്ല, നിങ്ങൾ ഇത്ര ദിവസങ്ങൾ സന്ദർശിക്കുമ്പോഴല്ല. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ച യേശുക്രിസ്തു, ഉണ്ട് കർത്താവേ, പക്ഷെ എന്നെ കുളം കലക്കുമ്പോൾ ഇറങ്ങാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ നീ വിശ്വസിച്ചിരിക്കൊണ്ട് 3 വെള്ളിയാഴ്ച നീ ഈ വിശ്വാസം ഏറ്റുപറയുക, 4ാമത്തെ വെള്ളിയാഴ്ച നീ സൗഖ്യമാവും നല്ല യേശു പറഞ്ഞേ. യേശു പറഞ്ഞ ആ സെക്കൻഡിൽ നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പോകും. യേശുവേ നന്ദി. എത്ര പേർക്ക് പറയാൻ പറ്റും ആമേൻ? പ്രൈസ് ഗാഡ്. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ നമ്മൾ കേൾക്കുന്നത് എപ്പോഴും വചനവുമായിട്ട് നമ്മളെപ്പോഴും താരതമ്യപ്പെടുത്തി നോക്കണം. ഞാൻ കേൾക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് തന്നെയാണോ? ഞാൻ സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് തന്നെയാണോ? എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണോ? ഞാൻ ഈ കേട്ടോണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണോ? നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിവേചിക്കണം. ആമേൻ. വചനം പറയുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന. അർത്ഥം എന്താ? ആത്മാക്കൾ പലതുണ്ടെന്നല്ലേ? ആത്മാക്കൾ പലതുണ്ടെന്നല്ലേ? ഉപദേശങ്ങൾ പലതുണ്ടെന്നല്ലേ? വിശ്വാസങ്ങൾ പലതുണ്ടെന്നല്ലേ? പ്രവർത്തികൾ പലതുണ്ടെന്നല്ലേ? പക്ഷെ ദൈവസഭയോട്, തിരഞ്ഞെടുക്കപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ശോധന ചെയ്യുവിൻ. ഇന്ന് നിന്റെ വിശ്വാസത്തെ വളച്ചൊടിക്കുന്ന ഉപദേശങ്ങൾക്കകത്ത് നിന്ന്, നിങ്ങളുടെ ബോധ്യങ്ങളെ സംശയിപ്പിക്കുന്ന
പല ചിന്താഗതികളിൽ നിന്ന് നിങ്ങൾക്ക് ദൈവത്തോടുള്ള അടുപ്പത്തെ കുറയ്ക്കുന്ന പല തരത്തിലുള്ള കൾട്ട് ടീച്ചിങ്സിൽ നിന്ന് ദൈവാത്മാവ് ചില ബുദ്ധിയെ, ചില ഹൃദയങ്ങളെ, ചില മനസ്സിനെ, വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കട്ടെ. ആമേൻ. ശോധന ചെയ്യുവീൻ. താഴേക്ക് വായിക്കുമ്പോൾ നോക്കിയേ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. നിങ്ങളിൽ എനിക്കറിയാം ഒത്തിരിയും പേർക്ക് കർത്താവിൻ്റെ ആത്മാവിൽ നിറയാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്ന ദൈവജനങ്ങൾ ഇപ്പോഴും പറയാൻ, പാസ്റ്റർ എനിക്ക് വേറെ ഒന്നും വേണ്ട പാസ്റ്ററെ, എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ മതി, എനിക്ക് ആത്മാവിൽ നിറഞ്ഞാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് കർത്താവിൻ്റെ കൃപയിലൊന്ന് നിറഞ്ഞാൽ മതി, എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ മതി. എനിക്കറിയാം ഒത്തിരി പേർക്ക് അങ്ങനൊരു ദാഹമുണ്ട്, ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു ദാഹമുണ്ട്. ഇതും കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന പല അടയാളങ്ങളിൽ ഒന്നാണ്. ദൈവത്തോട് ഭയങ്കര സ്നേഹമുള്ള ഒരു കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിക്കും. കർത്താവിനോട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കൂട്ടരെ ദൈവം പൊക്കും. അവർക്ക് ഈ ദാഹേ ഉള്ളൂ, എന്തൊക്കെ വന്നാലും എനിക്ക് ദൈവാത്മാവിൽ നിറഞ്ഞാൽ മതി, ദൈവാത്മാവിൽ നിറഞ്ഞാൽ മതി, ദൈവാത്മാവിൽ നിറഞ്ഞാൽ മതി. യോഹന്നാൻ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ ഇതിനാൽ അറിയാം. ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തെ അടുത്തറിയാനുള്ള ഒരു പെർമിഷൻ ഇന്ന് സ്വർഗം നമുക്ക് ഓപ്പൺ ചെയ്ത് തരാൻ പോവുക. നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തെ അടുപ്പത്ത് നിന്ന് അവനെ അറിയാൻ ഉള്ള ഒരു ഭയങ്കര തലം പരിശുദ്ധാത്മാവ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിനെ ഇതിനാൽ അറിയാം. ഈ കാലഘട്ടവും യോഹന്നാൻ ഇത് എഴുതിയ കാലഘട്ടവും തമ്മിൽ വളരെ 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 അന്തരമുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പൊ സ്വീകരിക്കലിന്റെ പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ ഇതിനാൽ അറിയാം എന്ന് യോഹന്നാൻ അന്ന് എഴുതിയത് ഒരു കൂട്ടരെ മറ്റ് വിശ്വാസങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും പലതരത്തിലുള്ള റോങ് ടീച്ചിങ്സിലേക്കും തള്ളിക്കൊണ്ടു പോയപ്പോൾ യോഹന്നാൻ പറഞ്ഞതാണ്, യേശുവിനെ സ്വീകരിക്കുന്ന ആത്മാവെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ ഈ അന്ത്യ കാലഘട്ടത്തിൽ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ തരുന്നത്, അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം, ആ സ്വീകരിക്കുന്നത് കൊണ്ട് തീരുന്ന ഒന്നല്ല, ആത്മാവിനെ അറിയാനുള്ള നമ്മുടെ അവസരങ്ങൾ. ആത്മാവിനെ അറിയാനുള്ള അവസരങ്ങൾ. നിങ്ങളിപ്പോ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് പറയുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ആലോചന നിങ്ങളോട് പറഞ്ഞിരിക്കും, അവിടം കൊണ്ട് തീരുവാണ്. നിങ്ങൾക്ക് എന്നെ അറിയാനുള്ള അവസരവും എനിക്ക് നിങ്ങളെ അറിയാനുള്ള അവസരവും അവിടം കൊണ്ട് തീരുവാണ്. സമയപരിമിതിയാണ് അതിന്റെ പ്രധാന കാരണം. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ, ദൈവാത്മാവിനെ അറിയാനുള്ള അവസരം, ചെന്നിരുന്നു, പ്രാർത്ഥിച്ചു, വിഷയങ്ങളൊക്കെ പറഞ്ഞു, ആമേൻ, പറ്റുമെങ്കിൽ ഒരു വചനം കൂടെ തുറന്ന് വായിച്ചു, കഴിഞ്ഞു തീർന്നു. അവിടം കൊണ്ട് നിർത്താൻ താല്പര്യമുള്ളവന് അവിടം കൊണ്ട് നിർത്താം. അവിടം കൊണ്ട് ദൈവത്തെ അറിയാനുള്ള, ദൈവത്തിന്റെ ആത്മാവിനെ അടുത്തറിയാനുള്ള അവസരം ഇത്രേ ഉള്ളൂ എന്ന് കരുതുന്നവർക്ക് അവിടം കൊണ്ട് നിർത്താം. നിങ്ങളുടെ ഇച്ഛയാണ്, നിങ്ങളുടെ തീരുമാനമാണ്. എന്നാൽ അവിടുന്ന് വീണ്ടും ഒരു എന്താ പറയാ, ഒരു ബ്രോഡായിട്ടുള്ള, ഒരു വിശാലമായിട്ടുള്ള ഒരു മേഖല ആത്മീയ അധികാരത്തോടുകൂടെ എനിക്ക് തുറന്ന് കിടപ്പുണ്ട് എന്നറിയുന്നവന് അവിടുന്ന് വീണ്ടും സഞ്ചരിക്കാം. അങ്ങനെ സഞ്ചരിച്ച ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. അദ്ദേഹം ഒരു അപ്പോസ്തലനാണ്. അത് കർത്താവ്, അത് നാം സ്വീകരിച്ചു പറയുന്ന പൗലോസ്ലീഹായാണ്. പൗലോസ്ലീഹ, പത്രോസ്ലീഹ മൂന്നാം സ്വർഗം വരെ പോയില്ല. യോഹന്നാനും പോയില്ല, സ്വർഗം തുറന്നിരിക്കുന്നത് വരെ കണ്ടു. എന്നാൽ അതിന്റെ മുകളിലേക്ക് എനിക്കൊരു അവസരമുണ്ടെന്ന്, അത്
ദൈവാത്മാവിൽ എനിക്ക് നൽകിയിരിക്കുന്ന ഒരധികാരമാണെന്ന്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സ്പിരിച്വൽ ഫ്രീഡമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ്ലീഹ ഇത്രയും മിഷണറി പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്ന് തനിക്ക് വീണ് കിട്ടിയ അവസരങ്ങളെ താൻ ഫലപ്രദമായി ഉപയോഗിച്ച് ആത്മാവിന്റെ അനുഭവങ്ങളിലേക്ക് ആത്മാവ് കൊണ്ടുപോയ ലോകത്തൊക്കെയും സഞ്ചരിച്ചു പോകുവാൻ താൻ തയ്യാറായതിന്റെ അനന്തരഫലമാണ് ഇന്നത്തെ വീണ്ടും ജനിക്കപ്പെട്ട സഭയ്ക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്നത് മേഘം, കണ്ണുകൊണ്ട് കാണുന്ന മേഘം കൊണ്ട് അവസാനിക്കുന്ന ഒരിടമല്ല. അതിനെ തുളച്ചു ചെന്നാൽ ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം എന്ന ഒരു അനുഭവം കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ആത്മാവിൽ ഇതിനകത്ത് പ്രവചിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കണ്ണു തുറന്ന് കാണിച്ചു കൊടുക്കുന്ന ചില ജനറേഷൻ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഉരുവാക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ആത്മീയ അനുഭവം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത്, വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുന്ന ഒന്നല്ല. പക്ഷേ അതിനെ ലിമിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാം. അത് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ വചനം വായിക്കുമ്പോൾ ആമേൻ പറഞ്ഞ് അവൻ അവിടെ ലിമിറ്റ് ചെയ്യാം. അതാണ് അവന്റെ ആത്മീയ അനുഭവം. ഒരു വ്യക്തിക്ക് 10 മിനിറ്റ് പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതാണ് അവന്റെ അനുഭവം. അല്ലെങ്കിൽ അവന്റെ സഭ പഠിപ്പിച്ച രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ആമേൻ പറഞ്ഞ് നിർത്തുന്നതാണ് അവരുടെ അനുഭവം. ഇതൊന്നും അല്ലാതെ വിശാലമായി തുറന്നു കിടക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ച് കർത്താവ് കൊണ്ടുപോകുന്ന നിലകളോളം കടന്നു ചെല്ലാൻ കഴിയുന്ന വ്യത്യസ്തമായ ഒരു ആത്മീയ അനുഭവവും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ തലത്തിലുള്ളവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഈ നിലവാരത്തിലുള്ളവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആ യോഹന്നാന്റെ വാക്യം ശ്രദ്ധിച്ചേ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുവിനെ പല നിലകളിൽ അറിഞ്ഞവരുണ്ടായിരുന്നു. അപ്പം നുറുക്കുന്നവനെന്ന് ചിലരറിഞ്ഞു. രോഗത്തെ സൗഖ്യമാക്കുന്ന, വ്യാധിക്ക് പൊറുതി വരുത്തുന്നവനെന്ന് വേറെ ചിലരറിഞ്ഞു. വേറെ ചിലരറിഞ്ഞു ഇവൻ പ്രവാചകനാണെന്ന്. വേറെ ചിലരറിഞ്ഞു ഇവൻ ഏലിയാവാണെന്ന്. വേറെ ചിലരറിഞ്ഞു ആ പ്രവാചകനാണെന്ന്. വേറെ ചിലരറിഞ്ഞു ഈ പ്രവാചകനാണ്. ഇങ്ങനെ പലതും അറിഞ്ഞു. പക്ഷേ പത്രോസ് എന്ന് പറയുന്ന ശീമോൻ മാത്രം അറിഞ്ഞു ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. യേശു എല്ലാവർക്കും പൊതുവായിരുന്നു. യേശു എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു. പത്രോസിന്റെ മുമ്പിൽ ഒരു മുഖം, യോഹന്നാന്റെ മുമ്പിൽ ഒരു മുഖം, പൊതുജനത്തിന്റെ മുമ്പിൽ വേറൊരു മുഖം ഇല്ല. പൊയ്മുഖങ്ങളില്ലാത്ത യേശുവിന്റെ വചനം സുതാര്യമായിരുന്നു. യേശുവിന്റെ വചനം ലളിതമായിരുന്നു. യേശുവിന്റെ വചനം പൊതുവായിരുന്നു. എല്ലാവർക്കും വേണ്ടി കടൽക്കരയിൽ ജനത്തെ നിരത്തി നിർത്തുകയും ഇരുത്തുകയൊക്കെ ചെയ്തതിനു ശേഷം പടകിലേക്ക് കയറി കർത്താവ് പറഞ്ഞ വചനം പൊതുവായിരുന്നു. സുഹൃത്തെ, പൊതുവായിരുന്നു. യേശുവിന്റെ കൈ പൊതുവായിരുന്നു. മുൻപിൽ നിൽക്കുന്ന രോഗികളെ എല്ലാം അവൻ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഞാനൊന്ന് അതിനകത്ത് കയറി പറയുകയാണ്, എല്ലാവരുമായില്ലതാനും. ഞാൻ ഒരു വചനം കൂടെ കയറി പറയുകയാണ്. പൊതുവായി അവൻ പറഞ്ഞ ദൈവരാജ്യത്തിന്റെ വചനം എല്ലാവർക്കും ദഹിച്ചില്ലതാനും. പൊതുവായിട്ട് അവൻ പറഞ്ഞത് എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലതാനും. ഒരു വ്യത്യസ്തമായ ആത്മീയ അനുഭവത്തിലേക്ക് നിങ്ങൾ കടക്കുകയും ഒരു വ്യത്യസ്തമായ മറ്റാർക്കും ഇല്ലാത്തൊരു അഭിഷേകം നിങ്ങൾ ചുമക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും നിങ്ങളുടെ രീതികൾ ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥന ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും നിങ്ങളുടെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ദൈവാനുഭവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ചൂസി ആയിരിക്കും. നിങ്ങളൊരു ചൂസൺ പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും. ദൈവാത്മാവിൽ വസിക്കുന്ന ഒരുവൻ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കത്തില്ല. അവൻ ഇരിക്കാൻ ഒക്കത്തില്ല. അവൻ ഇരിക്കാനേ പറ്റത്തില്ല. ആ സമയം നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ലോകത്തിന് ചിരി വരുന്നിടത്ത് ആത്മീയനാകുന്ന നിനക്ക് ചിരി വരണമെന്നില്ല. അന്നേരം നീ ഒരു മോശക്കാരനായി മാറും. സ്വാഭാവികമാണ്. ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ദൈവാത്മാവുള്ള താങ്കൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയത്തില്ല. നോ പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു അധികപ്പറ്റായി മാറും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ.
ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. മക്കളെ, നമ്മളെല്ലാവരും യേശുവേ 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 വിളിച്ചിട്ട് കാര്യമില്ല. ദൈവാത്മാവിനെ അറിയത്തക്ക നിലകളിൽ വ്യക്തമായ പാകവും പക്വതയും ആത്മാവുള്ളവന്റെ ജീവിതത്തിൽ വന്നിരിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവന്റെ ലിമിറ്റേഷൻസ് അറിയാൻ പറ്റും, മറ്റൊരു വ്യക്തിയുടെ ഇല്ലായ്മ മനസ്സിലാക്കാൻ പറ്റും, മറ്റൊരുവന്റെ വികാരം ഒപ്പിയെടുക്കാൻ പറ്റും, മറ്റൊരുവന്റെ ഉള്ളം അറിയാൻ പറ്റും. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഹല്ലേലൂയ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുവിനെ ആരാണ് ടീച്ച് ചെയ്തേ? യേശുവിന്റെ ഗുരു ആരായിരുന്നു? യേശു എവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ പഠിച്ചേ? യേശു ഇടയ്ക്കിടയ്ക്ക് പവർ മീറ്റിംഗിന് പോയോ? യേശു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് പോയോ? യേശു ഹിസ്റ്റോറിക്കൽ ബുക്സ് വായിച്ചോ? എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, എന്തായാലും യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സ് ഈ ലോകത്തിലുള്ള പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിച്ചതല്ല. യേശുക്രിസ്തുവിന്റെ ജ്ഞാനം യാതൊരു വാമൊഴികളാലും വന്നിട്ട് പഠിച്ചിട്ടുള്ളതല്ല. യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് കേട്ട വാമൊഴികൾ ഒന്നും തന്നെ അന്നേ വരെ ലോകം മറ്റാരുടെ വായിൽ നിന്നും കേട്ടിട്ടില്ല. യേശുവിന്റെ കൈകളിലൂടെ നടന്ന അത്ഭുതങ്ങളൊന്നും മറ്റാരുടെ കൈകളിലൂടെയും അന്നേ വരെ നടന്ന് കണ്ടിട്ടില്ല. യേശുവിന്റെ വായിലൂടെ വന്ന പ്രവചനത്തിന്റെ ആക്യുറസി ഒന്നും അന്നേ വരെ വേറെ ഒരു പ്രവാചകന്മാരുടെ വായിൽ നിന്ന് വന്ന ആക്യുറസിയും കണ്ടിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശുവിന്റെ ദീർഘവീക്ഷണമൊന്നും അന്നേ വരെ ആരും കണ്ടിട്ടില്ല. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഞാനൊരു ദൂത് പറയട്ടെ സുഹൃത്തെ, ആർക്കും കഴിയാത്ത ചിലത് ലളിതമായിരിക്കാം, ലളിതമായതായിരിക്കാം, അല്പമായതായിരിക്കാം. ഇതെന്തിനുണ്ട് എന്ന് ലോകം വിധിക്കുന്നതായിരിക്കാം. പക്ഷേ ദൈവാത്മാവിനാൽ നിങ്ങളിലൂടെ നടക്കുന്ന പല കാര്യങ്ങളും ലോകത്തിന്റെ ആത്മാവിനാൽ നടക്കുന്നവന് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് നിന്റെ അല്പത്തെ പലരും തുച്ഛീകരിക്കുന്നത്, നിന്റെ ശകലത്തെ പലരും തുച്ഛീകരിക്കുന്നത്, നിന്റെ വിശ്വാസത്തെ പലരും തുച്ഛീകരിക്കുന്നത്, നിന്റെ കാത്തിരിപ്പിനെ പലരും തുച്ഛീകരിക്കുന്നത്. എന്നാൽ ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഹല്ലേലൂയ. ലോകത്തിന് കഴിയാത്ത പലതും ദൈവാത്മാവുള്ളവന് കഴിയും. ലോകത്തിന് പിടികിട്ടാത്ത പലതും ദൈവാത്മാവുള്ളവന് പിടികിട്ടും. ലോകത്തിന് ഇഷ്ടപ്പെടാത്തത് പലതും ദൈവാത്മാവുള്ളവന് ഇഷ്ടപ്പെടും. ലോകത്തിന് കാണാൻ കഴിയാത്ത പലതും ദൈവാത്മാവുള്ളവന് കാണാൻ കഴിയും. പ്രൈസ് ടു ജീസസ്. ഞാനതാ ഒരു ദൂതായിട്ടാണ് പറഞ്ഞത്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിടുതലും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ അകക്കണ്ണുകൊണ്ട് നിനക്ക് കാണാനും വിശ്വസിക്കാനും കഴിയുന്നില്ലേ കുഞ്ഞെ? അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്റെ ഈ വിഷയങ്ങൾക്കൊരു വിടുതൽ കൊണ്ടുവരുമെന്ന്, വിടുതൽ നടക്കുമെന്ന് നിന്റെ ഈ വിശ്വാസത്തെയല്ലേ പലരും ചോദ്യം ചെയ്യുന്നത്? ഈ വിശ്വാസത്തെയല്ലേ പലരും തുച്ഛീകരിക്കുന്നത്? ഈ വാഗ്ദത്തത്തെ തന്നെയല്ലേ പലരും കള്ളപ്രവചനമെന്ന് തുച്ഛീകരിക്കുന്നത്? പക്ഷേ നിന്റെ അകക്കണ്ണുകൊണ്ട് കണ്ട് നിന്റെ ആത്മാവ് കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവാത്മാവ് നിന്റെ മേലുള്ളത് കൊണ്ടാണ്. ആമേൻ. ദൈവാത്മാവ് നിന്റെ മേലുള്ളത് കൊണ്ടാണ്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോ പൗലോസ് യോഹന്നാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇത്രയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ കാര്യങ്ങളൊന്നും കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്ന യോഹന്നാൻ പറയുന്ന ഈ കള്ളപ്രവാചകന്മാരുടെ ടീച്ചിങ്സിനകത്തുകൂടെ അവർക്ക് പ്രാപിക്കാൻ കഴിയുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവാത്മാവിനെ അറിയാൻ കഴിയത്തില്ല. ലോകത്തിന്റെ ആത്മാവിലുള്ള സഞ്ചാരം അവർക്ക് സാധ്യമാവും. ദൈവാത്മാവിൽ നിന്നുള്ള ഒന്നും അവർക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. എന്നാൽ ലോകത്തിന്റെ ആത്മാവിന്റെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്യാൻ അവർക്ക് പെർമിഷൻ കിട്ടും. ഒരു കൂട്ടർക്ക് അത് മതി. ആത്മീയരുടെ മുമ്പിൽ ആത്മീയരും ജഡികരുടെ മുമ്പിൽ ജഡികരുമായി നിൽക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു ഫാഷൻ ഷോ മതി, ഒരു ഷോയാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നു ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, അവൻ ക്രിസ്തുവിനെ വഹിക്കുന്നവനായിരിക്കും. അതിനെക്കുറിച്ച് താഴോട്ട് പറയുന്നത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും
ദൈവത്തിൽ നിന്നുള്ളതല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും വിശ്വാസവും സ്ഥാനവും ഇനി യേശുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും കൊടുത്താൽ പോലും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. വചനം വ്യക്തമായി പറയും, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവിനെ സ്വീകരിക്കാത്ത, യേശു പറഞ്ഞ വചനങ്ങളെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇത് മറ്റെന്തെങ്കിലും ഒരു വിശ്വാസം എന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അതിൽ നിന്ന് പുറത്തു വരുമെന്ന് നിങ്ങൾ വാഗൊണ്ട് പറയണം. ഹല്ലേലൂയ. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തെ കട്ട് ചെയ്യത്തക്ക പല കാര്യങ്ങളും, ടീച്ചിങ്സും, ചിന്തകളും, സംശയങ്ങളും, ചോദ്യങ്ങളും നമ്മുടെ തന്നെ മനസ്സിൽ എഴുന്നേറ്റ് നിൽക്കും. പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഉപവസിച്ചിട്ട് കാര്യമുണ്ടോ? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണോ? അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണോ? സ്പെഷ്യൽ മീറ്റിംഗ്സിന് കയറണോ? എല്ലാ ദിവസവും മീറ്റിങ്ങിന് കയറണോ? എല്ലാ ദിവസവും വചനം കേട്ടാലേ പറ്റുവുള്ളൂ? ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്ന വചനം അല്ലേ? ഇവിടെ മാത്രമേ വചനം ഉള്ളോ? 100,000 ചോദ്യങ്ങൾ നമ്മുടെ തന്നെ ജഡ മനുഷ്യനെടുത്ത് നമ്മുടെ മുന്നേ കൊണ്ടുവന്ന് ഉത്തരം തരാത്ത നിലകളിൽ നമ്മളായിട്ട് വട്ടാൻ ചുറ്റിക്കും. പക്ഷെ നമ്മൾ സ്വയത്തെ അറിഞ്ഞിട്ടല്ല. പക്ഷെ നമ്മളിൽ തന്നെ എഴുന്നേൽക്കുന്ന മറ്റൊരു നിയമം, ഈ നിയമം നമുക്ക് ബന്ധിക്കണമെങ്കിൽ സുഹൃത്തെ, താഴെ വായിക്കുന്ന വചനം നമ്മുടെ ചാർജ് ആവണം. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇപ്പൊ തൊട്ടുമുന്നേ ഞാൻ പറഞ്ഞ കാര്യം, ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളെ, അത് പുറത്തുനിന്ന് നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സാഹചര്യങ്ങൾ ഉളവാക്കിയ ചോദ്യങ്ങളുമാണ് ഇന്ന് വലിയവനായി നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും ഓർമ്മകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ വിശുദ്ധ വചനം പറയുന്നു, ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും ജയിച്ചൊരു മനുഷ്യനാണ്. അവന്റെ ഉള്ളിൽ എപ്പോഴും വലുതായി നിൽക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് വലിപ്പത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിനെയെല്ലാം തുടച്ചു മാറ്റി ജയിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ വന്ന് ഒരു കള്ളപ്രവാചകൻ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ പ്രവചിച്ചാൽ പോലും അത് അവനെ ഏശത്തില്ല. പലരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങൾ പറഞ്ഞിട്ടില്ലേ? പലരും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? പലരും നിങ്ങളെ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മറ്റേതിലൊക്കെയോ വിശ്വസിക്കാനും മറ്റേതിലൊക്കെയോ ഫോക്കസ് ചെയ്യാനും മറ്റേതിലേക്കൊക്കെയോ നോക്കി നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങളെ റിയൽ ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത് ഒന്നും തന്നെ പറയാതെ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾക്ക് ചിന്തയ്ക്ക് പൂവണിയുന്ന, നിങ്ങൾക്കൊരു മാനസിക സുഖം കിട്ടുന്ന നിലകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിനക്ക് യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കത്തക്ക തരത്തിലുള്ള ദൂതുകളും പ്രവചനങ്ങളും വരാത്തതൊക്കെ എതിർ ക്രിസ്തുവിൽ നിന്നാണ്. എതിർ ക്രിസ്തുവിൽ നിന്നാണ്. എതിർ ക്രിസ്തുവിൽ നിന്നാണ്. നിനക്ക് ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കണോ കുഞ്ഞെ? ജയകരമായ ഒരു ജീവിതം വേണ്ടേ? ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം വേണ്ടേ? ഒരു വില വേണ്ടേ? ദൈവത്തിന് നമ്മളോടൊരു വില വേണ്ടേ? വീട്ടിൽ വിലയില്ലാത്തവനും നാട്ടിൽ വിലയില്ലാത്തവനും സഭയിൽ വിലയില്ലാത്തവനും ലോകത്തിൽ വിലയില്ലാത്തവനും അറ്റ്ലീസ്റ്റ് ദൈവത്തിന്റെ മുമ്പിൽ ഒരു വില വേണ്ടേ?
ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് അടക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന് ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കൂടെ നിൽക്കുന്ന ചുറ്റരും കേൾക്കെ കർത്താവ് നമ്മളോട് പ്രസംഗിച്ചവനോട്, കേട്ടവനോട്, നീ എന്നിൽ വിശ്വസിക്കത്തക്കവണ്ണം നീ എവിടെ നിന്ന് എന്തു പ്രാപിച്ചു, എന്നിൽ വിശ്വസിക്കത്തക്കവണ്ണം നീ എന്ത് ജനത്തെ പഠിപ്പിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചത് കേവലം തിന്മാനും കുടിപ്പാനും ഉടുപ്പാനും വേണ്ടി മാത്രമായി പോയില്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ടി വന്നാൽ ഞാൻ പറയുന്നു, ആ സന്നിധിയിൽ പോലും നമുക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. ആമേൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, അത് തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല എന്ന്, അത് ഉടുക്കാനും ഒരുങ്ങി നടക്കാനും വേണ്ടി മാത്രമുള്ളതല്ല എന്ന്, അത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും ചെയ്യിക്കാനും കൂടെ ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നവനെ അവൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനാണെന്നറിയാം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളവന്റെ രക്ഷയുടെ വഴി മുഴുവനും മുടക്കുന്ന ഒരുവൻ ദൈവാത്മാവിൽ നിന്നുള്ളവനല്ല. അവൻ ഇനിയിപ്പോ സഭയുടെ ആരായാലും ശരി തന്നെയാണ്. ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ചിട്ട് മറ്റൊരു വ്യക്തിയുടെ അവസരം മുടക്കുന്ന, മറ്റൊരു വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള വഴിക്ക് വിലങ്ങായി കിടക്കുന്ന, മറ്റൊരു വ്യക്തിയുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരുവനായി അവതരിച്ചവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. പ്രൈസ് ഗാഡ്. അത് സെക്രട്ടറി ആയാലും ഖജാൻജി ആയാലും പാസ്റ്റർ ആയാലും ആരായാലും നോക്ക, രക്ഷയ്ക്കായിട്ടാ നമ്മളെ വിളിച്ച് മറ്റൊരുവനെ രക്ഷപ്പെടുത്തുന്നവനും കൂടെ ആയി മാറണം. ഹല്ലേലൂയ. രക്ഷയ്ക്കായിട്ടാ വിളിച്ച് മറ്റൊരു വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നവനായി മാറണം. ശുദ്ധീകരണത്തിനാ വിളിച്ച് മറ്റൊരു വ്യക്തിയെ കൂടെ ശുദ്ധീകരിക്കുന്നവനായി മാറണം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. കാര്യം എന്താണെന്നറിയാമോ? അല്പസ്വല്പ പൊക്കമുള്ളവനാണ് എന്റെ അകത്തിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എന്റെ ഉള്ളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അല്പസ്വല്പം പൊക്കമുള്ള കാര്യം ചെയ്താൽ പോരാ, അവനോളം വലിപ്പമുള്ള കാര്യങ്ങൾ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് പാസ്റ്റർ പറയുന്നതിൽ? വിഷമമുണ്ടോ? സാരമില്ല. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നവനായി മാറണം. മറ്റൊരു വ്യക്തിയെ ക്രിസ്തുവിൽ നിലനിർത്തുന്നവനായിട്ട് മാറണം. ഒരുത്തന്റെ വിശ്വാസം പോലും കളയുന്ന ഒരു നോട്ടം പോലും പാടില്ല. ഒരുത്തനുള്ള വിശുദ്ധിയും കൂടെ കളയുന്ന ഒരു സംസാര ശൈലി പോലും പാടില്ല. ഒരുത്തനെ വേണ്ടാത്ത ചിന്ത ഉണർത്തുന്ന പാടില്ല. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഒരുത്തനെ ക്രിസ്തുവിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുവനായി മാറണം. ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്ന ഒരുവനായിട്ടല്ല, ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഒരുവനായിട്ട് മാറണം. യേശുവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ ഇതിനാൽ അറിയാം. ഹല്ലേലൂയ. നിങ്ങളൊരു വ്യക്തി കണ്ടാൽ ദൈവം ഉള്ളവനാണെന്നറിയണം. ലോകത്തിന്റെ വിധികൾ നോക്കരുത് കേട്ടോ. ലോകം വിധിക്കും. പക്ഷേ ദൈവത്തിലുള്ളവനാണെന്നറിയണം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് വലിപ്പത്തിൽ കുറവുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ, അല്ലെ ഏതെങ്കിലും ഒരു ദേവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ദേവന്മാരുടെ ദേവനായ, സകലത്തിൻ്റെയും കാരണഭൂതനായ ഒരുവൻ എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് കൊടുക്കേണ്ട മാനം വേറെ ഒന്നിനും കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മാനം വേറെ ഒരു ചർച്ചിനും കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മാനം ഒരു മനുഷ്യർക്കും കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മാനം വിശുദ്ധ ബൈബിളിൽ പറയുന്ന പേരുള്ള വേറെ ആർക്കും കൊടുക്കരുത്. ദൈവത്തിന് അത് മാത്രം കർത്താവിന് സഹിക്കത്തില്ല. അത് മാത്രം സഹിക്കത്തില്ല. ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നു. ഒരു കൂട്ടർ വന്നിട്ട് പറയുകയാണ്, എക്സാമ്പിളാണ് കേട്ടോ, പറഞ്ഞു എന്നല്ല, എക്സാമ്പിളാണ്.
ഒരു കൂട്ടർ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മക്കളെ നോക്കിയിട്ട് പറയും, അയ്യോ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ താനെ വളർന്നല്ലോ മക്കളെ, എന്നാലും നിങ്ങൾ വേറെ ഒരു തെറ്റിലും അകപ്പെടാതെ നിങ്ങൾ താനെ വളർന്നല്ലോ മക്കളെ, എന്നാലും നിങ്ങൾ താനെ നിങ്ങൾ പഠിച്ചെടുത്തല്ലോ മക്കളെ, നിങ്ങൾ താനെ ജീവിക്കുന്നല്ലോ മക്കളെ, നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. ഒരപ്പനായി എനിക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ പറ. ആ പിള്ളേർ അപ്പനില്ലാതെയാണോ വളരുന്നതെന്ന് സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിലൊരു ചിന്ത വരൂലേ? ഒരപ്പൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറ, വരൂലേ? ഇത് തന്നെയാണ് നമ്മുടെ ദൈവത്തിന് ഇമോഷൻസ് ഉണ്ട്. ദൈവത്തിന് ഇമോഷൻസ് ഉണ്ട്. അവൻ കരയുന്നവരോടുകൂടെ കരയുന്നു എന്ന് വചനം പറയുന്നു. മാർത്തയും മറിയയും ലാസറിനെ ചൊല്ലി കരഞ്ഞപ്പോ കർത്താവ് അവിടെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഇരുന്നില്ല. കർത്താവ് അവരോടുകൂടെ കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. നമ്മുടെ മക്കളൊക്കെ പറയും ആ വചനം അല്ലേ? യേശു കണ്ണുനീർ വാർത്തു. ഇമോഷൻസ് ഉണ്ടെന്നേ. ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഇമോഷൻ ഇല്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കും. ഇമോഷൻസ് ഉണ്ട്. കർത്താവിന് ഇമോഷൻസ് ഉണ്ട്. എനിക്ക് ഇമോഷൻ ഉള്ളതുപോലെ തന്നെ ദൈവത്തിന് ഇമോഷൻ ഉണ്ട്. നമ്മൾ കരയുന്നത് ദൈവത്തിന് സങ്കടമാണ്, നമ്മൾ സന്തോഷിക്കുന്നത് ദൈവത്തിന് സന്തോഷമാണ്. പൗലോസ് അതാ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ, ദൈവവും സന്തോഷിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് കൊടുക്കേണ്ട മാനം വേറെ ഒരു മനുഷ്യർക്കും കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മാനം പൗലോസിന് കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മാനം പത്രോസിന് കൊടുക്കരുത്. ഹല്ലേലൂയ. പത്രോസും പൗലോസും ഒക്കെ നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചവരാ. വി ഷുഡ് റെസ്പെക്ട് ചെയ്യണം അവരെയൊക്കെ, സല്യൂട്ട് ചെയ്യണം അവരെയൊക്കെ. എന്നിട്ട് ആരാധന ദൈവത്തിനാ കൊടുക്കേണ്ടേ. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന്? ആ വിശ്വാസമുള്ള ദൈവമക്കൾ എല്ലാവരും ഒരു കാര്യം ഇന്ന് തിരിച്ചറിയണം. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് എൻ്റെ നായകനാകുന്ന യേശു എന്നെ ഇന്ന് നയിക്കാൻ പോകുകയാണ്. അവിടുന്ന് എന്നെ വ്യത്യസ്തമാകുന്ന ആത്മീയ അനുഭവങ്ങളിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ പാദത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ദൈവമക്കൾ, നമ്മുടെ വിശ്വാസം നമ്മൾ ഏതെങ്കിലുമൊക്കെ മനുഷ്യർക്ക് കൊടുത്തു പോയെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ നമ്മൾ വല്ലാതെ വിശ്വസിച്ചു പോയെങ്കിൽ പറഞ്ഞ്, അപ്പൊ ഐ ആം സോറി, ഞാൻ നിന്നോടുള്ള ഉടമ്പടികൾ എത്ര പ്രാവശ്യം ലംഘിച്ചു കർത്താവേ, ഞാൻ നിന്നോട് ചെയ്ത വാക്കുകൾ എത്ര പ്രാവശ്യം ലംഘിച്ചു കർത്താവേ, നിന്നെ എന്റെ ഉള്ളത്തിൽ വെച്ചിട്ട് എത്ര പ്രാവശ്യം നിനക്ക് ഹിതമില്ലാത്തത് ഞാൻ ചെയ്തു കർത്താവേ. ഒന്ന് പറഞ്ഞേ ദൈവത്തോട്, നീ ആ തെറ്റുകളൊക്കെ തിരിച്ചറിയുകയാണെന്ന് ഒന്ന് ഏറ്റു പറഞ്ഞേ. നമ്മൾ മനുഷ്യരോട് വള്ളി പുള്ളി തെറ്റാതെ നമ്മുടെ വിഷയങ്ങളൊക്കെ പറയാറില്ലേ? എന്നാൽ നമ്മുടെ നായകനോട്, നമ്മളെ വിളിച്ചു വേർതിരിച്ച കർത്താവിനോട്, നമുക്ക് വേണ്ടി ശരീര രക്തത്തെ യാഗമായി അർപ്പിച്ചവനോട് എന്തുകൊണ്ട് എന്റെ ഉള്ളം തുറക്കാൻ കഴിയത്തില്ല? ഓ ജീസസ്, എന്തുകൊണ്ട് എന്റെ ഉള്ളം തുറക്കാൻ കഴിയത്തില്ല? യേശുവേ, ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയത്തക്ക നിലകളിൽ നിന്റെ മേൽ ആ ദൈവത്തിന്റെ ഒരു കരം, നിനക്ക് ആ ദൈവത്തെ വ്യക്തമായി തിരിച്ചറിയത്തക്ക നിലകളിൽ ദൈവത്തിന്റെ കരം ഇന്നു മുതൽ നീ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ ദൈവത്തെ അറിയേണ്ടതിന് അത് തിരിച്ചറിയത്തക്ക നിലയിലുള്ള ഒരു ദൈവകരം ഇന്ന് ആരുടെയൊക്കെയോ മേൽ ഊഷ്മളമായി സ്വർഗം അത് തൊടുകയാണ്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാമെന്ന് പറഞ്ഞതുപോലെ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാമെന്ന് വായിച്ചതുപോലെ, നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് എന്ന് ചിലർ തിരിച്ചറിയത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. Reham sataro ho sater mahargena ho sayahwa lakabo go satara boholi Jesus. Oh shayadal baria sekena. യൂട്യൂബിൽ എന്നെ കാണുന്ന ദൈവമക്കളെ, നീ വിശ്വസിച്ച് നിന്റെ ശിരസിലൊന്ന് കൈവച്ചേ, നീ വിശ്വസിച്ച് നിന്റെ നെഞ്ചത്തൊന്ന് കൈവച്ചേ, നീ വിശ്വസിച്ച് ഉദരത്തിലൊന്ന് കൈവച്ചേ, വിശ്വസിച്ച് കാൽമുട്ടുകളിലൊന്ന് കൈവച്ചേ.
ദൈവാത്മാവിനെ തിരിച്ചറിയത്തക്ക നിലകളിൽ പരിശുദ്ധാത്മ ശക്തി സൗഖ്യമായി നിന്റെ മേലത് വെളിപ്പെടും. ദൈവാത്മാവിനെ നിനക്ക് ഇതിനാൽ അറിയാം. ദൈവമേ, എന്നെ നീ ഒന്ന് തൊടണമേ എന്ന് പറയുന്നവരുടെ മേൽ ഒരു കരം, സ്വർഗീയ കരം, ഭൂമിയിൽ നിന്നല്ലാത്ത പോലത്തെ ഒരു സ്പർശനം നൽകുന്ന ഒരു കരം തൊടുമ്പോൾ നിനക്ക് ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. കർത്താവേ, നിന്നെ ഒന്ന് കാണിക്കണമേ എന്ന് പറയുന്നവനോട് നീ കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ പകൽ വെളിച്ചത്തിൽ കാണുന്നത് പോലെ നീ ആ ഒരു തേജസ് കാണുമ്പോൾ നിനക്ക് ദൈവാത്മാവിനെ അതിനാൽ അറിയാം. അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ദൂതന്മാർ പറയാൻ കാരണം അവർ സ്വർഗത്തിൽ സദാ സമയവും കാണുന്ന ഇരുട്ടില്ലാത്ത അസാധാരണമായ തേജസ്സിനെ കാണുന്നത് കൊണ്ട്, അവർ കണ്ടതുകൊണ്ട്, അവർ ദൈവാത്മാവിനെ അങ്ങനെ അറിയുന്നത് കൊണ്ട് അവർക്ക് പറയാൻ കഴിയും ദൈവം പരിശുദ്ധൻ. അവർക്ക് ദൈവാത്മാവിനെ അങ്ങനെ അറിയാം. ഞാൻ എങ്ങനെയാ വിശ്വസിക്കേണ്ടതെന്ന് ദൈവം അറിയുന്നു. ഞാൻ എങ്ങനെ വിശ്വസിക്കണമെന്ന് ദൈവം അറിയുന്നു. എനിക്ക് ദൈവത്തെ എങ്ങനെ അറിയണം? തീ കൊണ്ട് അറിയണമോ? പാറ പിളർന്നറിയണമോ? ചെങ്കടൽ പിളർന്നറിയണമോ? യോനെ, നീ ദൈവത്തെ അറിഞ്ഞത് നിന്റെ അപ്പം പഠിപ്പിച്ചതല്ല, നിന്റെ അമ്മ പഠിപ്പിച്ചതല്ല, നീ വചനം കേട്ടതുമല്ല. നീ ദൈവത്തെ അറിഞ്ഞത് ശരിക്ക് തിമിംഗലത്തിന്റെ വയറിൽ കിടന്നിട്ടാ. നീ ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ ഈ പണി ചെയ്യത്തില്ലായിരുന്നു. നിനവേക്ക് ടിക്കറ്റ് എടുത്തിട്ട് തർശീശിലേക്ക് നീ പോകത്തില്ലായിരുന്നു. ചിലർക്ക് തിമിംഗലത്തിന്റെ വയറും ബൈബിൾ കോളേജാ. ജീസസ്. ചിലർക്ക് തിമിംഗലത്തിന്റെ വയറും ബൈബിൾ കോളേജാ. ദൈവത്തെ അറിയാനുള്ള സ്ഥല, വചനം പഠിക്കാനുള്ള സ്ഥല. മനസാന്തരപ്പെടാവോ? എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മുടെയൊക്കെ ബൈബിൾ കോളേജ് നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ അല്ലായിരുന്നു, പ്രതിസന്ധികൾ തന്നെ അല്ലായിരുന്നു, തിരസ്കരണങ്ങൾ തന്നെ അല്ലായിരുന്നു, അവഗണനകൾ തന്നെ അല്ലായിരുന്നു, കുറ്റപ്പെടുത്തലുകൾ തന്നെ അല്ലായിരുന്നു, നഷ്ടങ്ങൾ തന്നെ അല്ലായിരുന്നു. ഞാൻ ദൈവാത്മാവിനെ ആ അളവിൽ, ഈ അളവിൽ വിശ്വസിക്കാൻ കാരണം ഇതൊക്കെ തന്നെ അല്ലായിരുന്നു. യോനയ്ക്ക് തിമിംഗലമാണെങ്കിൽ നമുക്ക് നമ്മൾ വന്ന വഴികളാണ്. ദൈവമക്കളെ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. നിന്റെ അകത്തുണ്ടാ യേശു, നിന്റെ അകത്തുണ്ടാ ക്രിസ്തു, നിന്റെ അകത്തുണ്ടാ കർത്താവ്. ആ സത്യത്തെ ഉണർത്തുക, ആ ദൈവത്തെ അറിയുക. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അവിടുന്ന് ആശീർവദിച്ചതിനായി നന്ദി. ഈ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞാൻ ഇവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇവരെ സൗഖ്യമാക്കിയല്ലോ, കർത്താവ് ഇവരെ ബലപ്പെടുത്തിയല്ലോ, കർത്താവ് ഇവരെ ശക്തീകരിച്ചല്ലോ, കർത്താവ് ഇവരെ സഹായിച്ചല്ലോ, കർത്താവ് ഇവരോട് സംസാരിച്ചല്ലോ. നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് ഈ ചാനലിൽ രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇതിനകത്തുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ദൈവവചനം 2 നേരം കേൾക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് സഹായിക്കും. മറ്റൊരു വ്യക്തിക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിവ് കൊടുക്കുക. ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ചെറിയ നിലകളിലൊക്കെ ചാരിറ്റി ചെയ്തു തുടങ്ങുന്നുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടിങ്സ്, ഓഫറിങ്സ് ഒക്കെ വളരെ സഹായകരമായിരിക്കും. ഞങ്ങളുടെ ചേർച്ചിൻ്റെ പ്രെയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു തുക, അത് ചെറുതാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അത് എത്രയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവം പ്രേരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ അത് ചെയ്താട്ടെ. കർത്താവ് അതിനുള്ള
നന്മകൾ, വിടുതലുകൾ, വർധനവ് തീർച്ചയായിട്ടും ദൈവജനത്തിന് നൽകി മാനിക്കാൻ തക്കവണ്ണം അവിടുന്ന് വിശ്വസ്തനാണ്. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കടുത്ത ദിവസം തീർച്ചയായിട്ടും കാണുന്നത് വരെ കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ.